ലെറ്റ്സ് ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 19. നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 19 ഏത് ചാപ്റ്റർ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം 19 ദ ഫിഗർ ഇറ്റ് സെൽഫ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ഫ്രം സെയിം ടോപ്പിക്, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. In the following circuit, the battery has an EMF of 2 volt and internal resistance of 2/3 ohm. The power consumption in the circuit will be. So, ഇവിടെയും നമ്മുടെ power consumption എന്ന് പറയുമ്പോൾ we are supposed to get the condition V square by R equivalent എന്ന് എടുക്കാം നമുക്ക്. ഇവിടെ V value is given, R equivalent you are supposed to calculate. അപ്പോൾ നമ്മളിവിടെ നോക്കണം ഈ R equivalent കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തരം ഒരു കേസിൽ നമുക്കറിയാം ഈ പോയിന്റ് A പൊട്ടൻഷ്യൽ, അങ്ങനെയാണെങ്കിൽ ഇതും A ആയിരിക്കും, ഇതും എ ആയിരിക്കും. ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ബി പൊട്ടൻഷ്യൽ ആക്കി വെക്കാം. അങ്ങനെയാണ് ഇതും ബി ആയിരിക്കും, ഇതും എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ജംഗ്ഷൻ നമുക്ക് സി എന്നിട്ട് കൊടുത്താൽ എ സി എന്ന് പറയുന്ന ഒരു കോമ്പണൻറ്റ്, 2 കോമ്പണൻറ്റുകളുണ്ട്, ബി സി 2 കോമ്പണൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിതിൽ നിന്ന് പതുക്കെ ഒന്ന് മാറ്റി വരച്ച് നോക്കിയാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എക്കും സിക്കും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്റർ കോമ്പിനേഷൻ കാണാൻ പറ്റും ഈ രീതിയിൽ. അതുപോലെ തന്നെ ബിക്കും സിക്കും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലൊരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കോമ്പിനേഷൻ. ഇനി അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, എക്കും ബിക്കും ഇടയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ദ കോമ്പിനേഷൻ എക്കും ബിക്കും ഇടയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ 2 കോമ്പിനേഷൻസ് ആണ് എവിടെയും വരുന്നത്. സി ഹിയർ ദിസ് വിൽ ബി ദ സ്ട്രക്ചർ ഓഫ് ദ ഗിവൺ സർക്യൂട്ട്. അപ്പോൾ ഈ കാണുന്ന കേസുകളിലെല്ലാം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 2 അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് 1 ohms ആയിട്ട് വരും. അപ്പോൾ ഈ 2ഉം ഈ 2 കൂടെ ചേരുമ്പോൾ 1 ആവും, ഈ 2 1 ആവും, 1 വരുമ്പോൾ വീണ്ടും 2 ആവും. അപ്പോൾ നമ്മുടെ കോമ്പിനേഷനകത്ത് ഇതെങ്ങനെ വരും, ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു 2 ohm റെസിസ്റ്റർ വരും. അതിനോട് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് യുവർ 2 ohm റെസിസ്റ്റർ. ഓക്കെ, 2 ohm റെസിസ്റ്റർ സി ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതെല്ലാം എന്തായിരിക്കും, 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനകത്തുനിന്ന് ഈ ബ്രാഞ്ചിൻ്റെ ആർ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കും ഈ കാണുമ്പോൾ 1/2 + 1/2 + 1/3/2 ഇരിക്കും. സോ ദിസ് ഇസ് ആർ ഇസ് ഈക്വൽ ടു എന്താണ്, 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 2/3 ohms എന്ന് എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ ഇതും കൂടെ നമ്മളോട് ചേർക്കണം. അപ്പോൾ 2/3 പ്ലസ് നമുക്ക് എത്രയാണ്, 2/3 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 4/3 ohms എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ ആർ ഇക്വാലൻസ് എന്ന് പറയുന്നത് ഈ ഫിഗർ എന്ന്. അങ്ങനെയെങ്കിൽ യു ആർ സപ്പോസ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2² / 4/3 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ആൻസർ 3 എന്താണ്, വാട്ട്സ് എന്ന് കിട്ടും നമ്മുടെ ആൻസർ. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ആൻസർ ടു ദ ഗിവൺ ക്വസ്റ്റ്യൻ. 3 watts എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ.